അല്ല, നമ്മൾ ഇടക്കാലത്ത് വെച്ച് ജേട്ടൻ്റെ പാട്ടിന് ഒരു വലിയ വിടവ് വന്നു. ഇടക്കാലത്ത് വെച്ച് ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം? അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ടായിരുന്നു? അല്ല, സാധാരണ പോലെ ചിരിച്ചും കളിച്ചും ഇതൊന്നും എൻ്റേതല്ല എന്ന മട്ടിൽ കവി പറഞ്ഞ പോലെ ഇതൊന്നും എൻ്റെ അല്ലേ ഈ കുമ്പനാനകൾ എന്ന് പറഞ്ഞ പോലെയാണോ അദ്ദേഹം എന്ന്? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഗ്യാപ്പ് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലയാള സിനിമയിൽ 80കളിൽ രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങി പുതിയ സംഗീത സംവിധായകർ വന്നു തുടങ്ങിയപ്പോൾ പാട്ടിൻ്റെ ട്രെൻഡ് മാറി, പിന്നെ ബിസിനസ്സിൻ്റെ ട്രെൻഡ് മാറി. ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ അതുപോലുള്ള മാസ്റ്റേഴ്സ് എല്ലാം രംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ മലയാളത്തിൽ കുറഞ്ഞു. അതാണ് ശരിക്കും സംഭവിച്ചത്. പക്ഷേ നിങ്ങൾക്ക് മലയാള സിനിമാ സംഗീതത്തിൻ്റെ ചരിത്രം നോക്കിയാൽ എല്ലാ വർഷവും അദ്ദേഹം 5 പാട്ടെങ്കിലും പാടിയിട്ടുണ്ട്. ഒരു വർഷവും അങ്ങനെ അദ്ദേഹം പാടാതിരുന്നിട്ടില്ല. അതുപോലെ അതേ സമയത്ത് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ ധാരാളം ഗാനങ്ങൾ വളരെ വളരെ പ്രശസ്തരും പ്രതിഭാധനന്മാരുമായ സംഗീത സംവിധായകർ രംഗറാവു, രമേശ് നായിഡു, BV കാരന്ത്, ഈ സമാന്തര സിനിമയുടെ വക്താവായിരുന്ന BV കാരന്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമ കാരന്ത് സിനിമ എടുത്തിട്ടുണ്ട് ഫണിയമ്മ എന്ന് പറഞ്ഞ് 1983. അതിലാകെ 2 പാട്ടേ ഉള്ളൂ. ഒരു പാട്ട് ജാനകിയമ്മ പാടുന്ന പാട്ട്, ഒരു പാട്ട് ഇദ്ദേഹം പാടുന്ന ഒരു ഫോക്ക് പാട്ടാണ്, കന്നഡയിലെ ഫോക്ക് സംഗീതം. അപ്പോൾ ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ മഹാരഥന്മാരെല്ലാം ജയചന്ദ്രനെ തിരഞ്ഞു പിടിച്ച് പാടിക്കുകയായിരുന്നു. അതുപോലെ 78 മധുരൈ മീട്ട സുന്ദരപാണ്ഡ്യൻ എന്ന തമിഴ് സിനിമ, നമ്മുടെ MG രാമചന്ദ്രൻ അവസാനമായി അഭിനയിക്കുന്ന സിനിമ. അദ്ദേഹം സിനിമാ ലോകത്ത് നിന്ന് മാറി മുഖ്യമന്ത്രിയായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു. അതിൽ അമുതത്തമിഴിൽ എഴുതും കവിത എന്ന് പറഞ്ഞ് ആ MG രാമചന്ദ്രൻ്റെ തുടക്കത്തിലെ ഏഴെഴുത്തോഴൻ തുടങ്ങിയിട്ട് പുരക്ഷി തലവനാകുന്നവരെയുള്ള ഒരു ചരിത്രമാണ് ആ പാട്ട് ശരിക്കും. അപ്പോൾ വാണി ജയറാമും ജയചന്ദ്രനും ആ പാട്ട് പാടിയിരിക്കുന്നത്. MSVയോട് MGR പ്രത്യേകം പറഞ്ഞു ഇത് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കണം. അപ്പം അങ്ങനെ ഈ കന്നഡയിലും തെലുങ്കിലും അല്ല, രാജ്കുമാറിൻ്റെ ഭക്ത പ്രഹ്ലാദ എന്ന സിനിമയിൽ രാജ്കുമാറിന് വേണ്ടിയിട്ട് കമല നയന നാരായണ എന്നൊരു പാട്ടുണ്ട്. അങ്ങനെ ധാരാളം പാട്ടുകൾ തെലുങ്ക്, കന്നഡ, തമിഴ്. അപ്പോൾ ഒരു 80s മുതൽ ഒരു 95 വരെ അദ്ദേഹം തമിഴ്, തെലുങ്ക്, കന്നഡയിൽ വളരെ വളരെ പോപ്പുലറായിരുന്നു. ഏറ്റവും നല്ല പാട്ടുകൾ അദ്ദേഹം പാടി. അതേ സമയത്ത് മലയാളത്തിൽ 2, 3, 4 പാട്ടുകൾ അതെല്ലാം ഒരു മെയിൻ സ്ട്രീമിൽ വരുന്ന സിനിമയിലായിരിക്കില്ല പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാടിയതായിട്ട് പോലും ആർക്കും അറിയില്ല. അതാണ് സംഭവിച്ചത്. അല്ലാതെ ശരിക്കും ഒരു ഗായകൻ എന്നുള്ള നിലയിൽ ഗ്യാപ്പില്ല. മലയാള സിനിമയിൽ ഒരു ഗ്യാപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ മെയിൻ സ്ട്രീം സിനിമകളിൽ അദ്ദേഹത്തിന് അവസരം കിട്ടാത്തതുകൊണ്ടാണ്. അതായത് മോഹൻലാൽ, മമ്മൂട്ടി, പ്രിയദർശൻ സംവിധായകൻ തുടങ്ങിയുള്ള ആൾക്കാരുടെ പുതിയ പടങ്ങൾ വന്നപ്പോൾ MG ശ്രീകുമാറിൻ്റെ വരവ്, അതുപോലെ പുതിയ ഗായകരുടെ വരവ്, അതുകൊണ്ട് മെയിൻ സ്ട്രീം സിനിമകളിലെ പാട്ടുകളൊക്കെ ഈ ഗായകർക്ക് പോയി ഇദ്ദേഹത്തിന് ഒറ്റപ്പെട്ട പാട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. കന്നഡയിലെ പാട്ടുകൾ പറഞ്ഞപ്പോൾ എനിക്കറിയാം ചില ഗംഭീര പാട്ടുകൾ. മന്ദാര പുഷ്പവ നീനു. അതിൻ്റെ ഒരു കഥയുണ്ട്. ഈ പുട്ടണ്ണ, SR പുട്ടണ്ണ എന്ന് പറയുന്ന കന്നഡ സംവിധായകനാണ് 66-ൽ മേയർ നായർ എന്ന ചിത്രത്തിൽ സംവിധാനം ചെയ്തത്. അദ്ദേഹം ഒരുപാട് മലയാള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ജയചന്ദ്രൻ സ്വപ്നസഖി വൈശാഖ പൗർണമിരാവിൽ വെള്ളി നിലാവിൻ പാൽക്കടൽ കരയിൽ സങ്കൽപ്പ ഗന്ധർവ നഗരം തീർക്കും സ്വപ്നസഖി, ഇങ്ങനൊരു പാട്ടുണ്ട്. ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ പുട്ടണ്ണ പറഞ്ഞു ഈ പാട്ട് ഈ സിനിമയിൽ വയ്ക്കാൻ പറ്റില്ല, ഇത് വളരെ മെച്ചൂർ ഇല്ലാത്തൊരു വോയിസാണ്, ഇങ്ങനൊരു പാട്ട് എൻ്റെ സിനിമയിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കൊല്ലത്തുള്ള PA തങ്ങളാണ് എൻ്റെ നിർമ്മാതാവ്. അദ്ദേഹം ചോദിച്ചു എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? അത് ഈ പാട്ട് മാറ്റി വേറെ AM രാജയോ യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ നടക്കില്ല, ഈ പാട്ട് ജയചന്ദ്രൻ്റെ പാട്ട് മാത്രം സിനിമയിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കേണ്ട പൊക്കോളം പറഞ്ഞു. അപ്പം അങ്ങനെ നിർമ്മാതാവ് നിർബന്ധം പിടിച്ച് ആ പാട്ട് ആ സിനിമ ഉൾപ്പെടുത്തി. പക്ഷെ അന്ന് തുടക്കകാലമായതുകൊണ്ട് 66-ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായി പാടിയ ചിത്രം. 67-ലെ വന്നോളെങ്കിലും ആദ്യം പുറത്തു വന്ന കളിത്തോഴൻ കഴിഞ്ഞാണ് ഈ പടം വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ആ സപ്പോർട്ട് കിട്ടി. പക്ഷേ വിധിയുടെ ഗതി വേറൊന്നായിരുന്നു. അത് കഴിഞ്ഞ് 81-ൽ 15 വർഷം കഴിഞ്ഞപ്പോൾ ഈ പുട്ടണ്ണ തന്നെ ജയചന്ദ്രനെ കന്നഡയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പാട്ടാണ് ഈ പാട്ട്.
ಮಂದಾರ പുഷ്പവു നീനു സിന്ധൂര പ്രതിമയു നീനു. ഇതാണ് ആ ഗാനം. എം രംഗറാവു എന്ന് പറഞ്ഞ പ്രതിഭാധനനായ സംഗീത സംവിധായകനാണ്. അത് എഴുതിയിരിക്കുന്നത് വിജയ നരസിംഹ എന്ന് പറഞ്ഞ ഒരു ലിറിസിസ്റ്റാണ്. അപ്പം ആ പാട്ട് ഈ അടുത്ത കാലത്ത് ഒരു 50 വർഷക്കാലത്തെ ഏറ്റവും മികച്ച 10 കന്നഡ ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു ഗാലപ്പോൾ വന്നപ്പോൾ ഈ പാട്ടാണ് അതിൻ്റെ ഒന്നാമത് ടോപ്പ് ഒന്നായിട്ട് ആ 10 ഒന്നായിട്ടുണ്ട്. അതാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. ഗംഭീരം. ഇനി ഹരിയിലേക്ക് വരാം, തിരിച്ചു വരാം. ഇതിലൊരു കാര്യം പറയണം, നിങ്ങൾ കൈയടിക്കേണ്ട ഒരു കാര്യമുണ്ട്. പി ജയചന്ദ്രന്റെ ശ്വസിക്കുന്ന നിഘണ്ടുവാണ് മനോഹരേട്ടൻ.